മറു 2 മറുള്ളൂ. സിനിമ തമിഴ് സിനിമയാണ്. അതായത് 2020 ഈ അടുത്തിറങ്ങിയതങ്ങാണ്ടാണ്. ഇത് OTT വന്നു. അത് നമ്മുടെ ഇവിടെ നിന്ന് ഉണ്ടായില്ല, എൻ്റെ ഇവിടെ ഉണ്ടായില്ല. ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ കൂട്ടുകാരൻ തമിഴ്നാട്ടിൽ അവിടെയൊക്കെ പഠിക്കുമ്പോൾ അവൻ പറയണ്ടായിരുന്നു ഈ ഒരു സിനിമ കണ്ടുനോക്കാൻ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ ഉണ്ടായില്ല, അതാണ് കാണാൻ പറ്റിയില്ല. ഞാൻ പോയി അത് ഉറപ്പായിട്ട് കണ്ടത്. ഞാൻ കാണണമെന്ന് വിചാരിച്ചത് OTT ഇറങ്ങി പ്രൈമിൽ. ഞാൻ അത് കണ്ട്. എൻ്റെ മക്കൾ ഞാൻ രാത്രി ഇരുന്ന് ഞാൻ കണ്ടത് ഓർക്കണം. രാത്രി ഇരുന്ന് കണ്ട്, എന്നിട്ട് രാത്രി ഉറങ്ങുന്ന ടൈമിൽ ഇരുന്ന് കണ്ട ഈ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്. എന്താ എഫക്റ്റ് എന്ന് അറിയാം. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തമിഴ് സിനിമ അതായത് ഇംഗ്ലീഷ് സിനിമ കൊണ്ട് പേടിക്കാൻ വേണ്ടി വയ്ക്കില്ല. അതൊന്നും നമുക്ക് പേടി വരാറില്ല. അത് ചെറിയ നെറ്റിലാന്തൽ ഇത് ഇങ്ങനെ പിടിച്ചതെന്ന് വെച്ചാൽ സൗണ്ടില്ല. ആ ഒരു സൗണ്ട് കയറി പിടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ കുറേ തവണ ഞെട്ടി. കിടിലൻ സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഞാൻ ഇങ്ങനത്തെ വല്ല സിനിമ ഉണ്ടോ തപ്പി വരെ പോയി. ഇനി ഇങ്ങനത്തെ ടൈപ്പ് സാധനം ഉണ്ടോയെന്ന്. ഇങ്ങനത്തെ ടൈപ്പ് സാധനം ഇത് മാത്രമേ ഉള്ളൂ. ഷോർട്ട് ഫിലിം പിടിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ലിജോ ജോസഫ് ക്യാമറ സൈഡിൽ വെച്ച് പുള്ളിയുടെ മറ്റേ മമ്മൂട്ടി സിനിമയിൽ ക്യാമറ സൈഡിൽ വെച്ച് ബാക്കിയുള്ളവർ അഭിനയിക്കുക. ചിലർക്ക് കണ്ടിരിക്കാൻ പറ്റില്ല, ചിലർക്ക് ബോറടിക്കും. എനിക്ക് ബോറടിച്ചില്ല. പക്ഷേ ഇവരതുപോലെ തന്നെ ഒരു സൈഡിൽ ക്യാമറ ചെയ്ത് അഭിനയിക്കുകയാണ്. അതായത് അത്ര സൂപ്പർ അഭിനയം എന്നല്ല, പക്ഷെ നമ്മളിങ്ങനെ കണ്ടിരിക്കുക. അവരുടെ സംസാരത്തെ എന്താ നടക്കുമോ, ഇപ്പോൾ എന്തെങ്കിലും വരൂ, ആ ഒരു ഇതില്ല. പ്രേതം ഇപ്പോൾ വരും. ഇപ്പോൾ പ്രേതം വരാണെങ്കിൽ തന്നെ ഒറ്റണ രക്ഷപ്പെടൂല. അതായത് വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു പ്രേതമല്ല, കറക്റ്റ് ഒരു നരഭോജി പ്രേതം എന്ന് പറയില്ല. ആ ഒരു സാധനം കിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അവസാനം വരെ ഇങ്ങനെ കണ്ടിരുന്നു. കിട്ടില്ല സാധനം, നല്ലോണം പേടിക്കാൻ ഒരു നെട്ടല്ല. അതായത് ആ സൗണ്ടിങ് ആണ്, ആ ഒരു കരച്ചിലുണ്ട് പ്രേതത്തിൻ്റെ. എൻ്റെ പൊന്നോ, അത് ചില അനുഭവിച്ചവർക്കൊക്കെ ചിലർക്കൊക്കെ അങ്ങനത്തെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര തോന്നിക്കും. അപ്പോൾ ആ ഒരു സാധനം, ആ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ആ ഒരു തുടക്കം, അതായത് ആ പ്രേതം വരുമ്പോൾ ഉള്ളൊരു തുടക്കമുണ്ട്, ആ സൗണ്ട് കിട്ടുന്ന സാധനമാണ്. ആയിട്ട് ടൈറ്റിൽ എഴുതി കാണിക്കും. അതും ഒരു ഗംഭീരം തന്നെ, നല്ല വെറൈറ്റി. അത് ഇങ്ങനെ സമയം കേട്ടോ കിട്ടുന്നുണ്ട്, പിടിച്ചു വെച്ചിട്ടുണ്ട്. പുതിയ ആൾക്കാർ ആകെ 5 പേരുള്ളൂ കാസ്റ്റിങ്. ആ പ്രേതം കൂടിയും കൂട്ടുകയാണെങ്കിൽ 6 പേര്. അപ്പോൾ നിങ്ങളിന്ന് കണ്ടു നോക്കണം. കിട്ടില്ല പടം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ലോണം ആസ്വദിച്ചിരുന്നു കണ്ടേ. പേടിക്കാനുണ്ട്, പേടിക്കാന്ന് വെച്ചാൽ ചിലർക്ക് ഈ എക്സെറ്റ് കുത്തി കേൾക്കണം. പിന്നെ കൂട്ടുകാരെടുത്ത് നമ്മൾ കാണിപ്പിക്കരുത്. ഞാൻ ഈ സിനിമ കണ്ടിട്ട് നേരെ കൂട്ടുകാരെടുത്ത് കാണിപ്പിച്ച് അവരും ഇത് പറഞ്ഞ സൗണ്ടിങ് ഒക്കെ കിടലാണ്. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് പ്രേതസിനിമ എന്താ പറയുക, ഒറ്റയ്ക്ക് ഇരുന്ന് കാണണം. അത് ഈ ഒരു രാത്രി ടൈമിൽ ശരിക്കും നമുക്ക് പ്രേതസിനിമ സാധനം പേടിക്കാനുള്ളത്, അത് ഇരുട്ടത്തിരുന്ന് കാണണം. ശരിക്കും ആ ഒരു എഫക്റ്റ് തന്നെയാണ്. ഞാൻ രാത്രി സിനിമ കണ്ടത് ശരിക്കും നല്ലോണം. അതായത് ആ ഒരു സൗണ്ടിങ് ഒരുമാതിരി സൗണ്ടിങ്ങാണ്. പക്ഷേ നല്ല എക്സെറ്റ് കൂടിയാണെങ്കിൽ കിളി പാറും. ആ ഒരു സാധനം നല്ല കിടിലൻ പടം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവരുടെ ഇങ്ങനത്തെ ഒരു സിനിമ ഇറക്കുകയാണെങ്കിൽ നന്നായി ശരിക്കും പറഞ്ഞത്. തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇത് ഇവിടെ നിന്ന് ഉണ്ടായില്ല. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഉറപ്പായിട്ട് പോയി കണ്ടേനെ. അവിടെ പോയി കാണേണ്ടത്. പിന്നെ ചില സ്ഥലത്ത് ഉണ്ടായിരുന്നെന്ന് തോന്നണം, എനിക്ക് അറിയില്ല. ഞാൻ കോയമ്പത്തൂർ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി പിന്നെ കാണണ്ടേ, ഇനി വിചാരിച്ച അത്രയൊന്നും ഉണ്ടായില്ലെങ്കിൽ അങ്ങനത്തെ ഒരു മടി കാരണമാണ് പോയി കാണാൻ. അപ്പോൾ എന്തായാലും കാണാത്തുണ്ടെങ്കിൽ ദേട്ട് നിങ്ങൾ കണ്ടു, വെറുതെ സമയം കളയൂല സിനിമ ഉറപ്പായിട്ടും. അത് നല്ലോണം പേടി നിങ്ങൾക്ക് ടെൻഷൻ ഇങ്ങനെ വിഷമിച്ച് കയറിയാണെങ്കിൽ ഈ സിനിമ കാണാം. അല്ല വിഷമമൊക്കെ മാറും. നല്ല കിടിലൻ പടം. അപ്പോൾ ബൈ.